ഹായ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് കേക്കിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ക്രീമിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഒത്തിരി പേര് വിപ്പിംഗ് ക്രീമൊക്കെ വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുമോ, നമുക്ക് വാങ്ങാൻ കിട്ടുന്നില്ല എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള റെസിപ്പിയാണ്. നമുക്ക് വീട്ടിലുള്ള ചേരുവകളൊക്കെ വെച്ചിട്ട് അതുപോലെ തന്നെ ഇലക്ട്രിക് ബീറ്ററോ ഒന്നും ഇല്ലെങ്കിൽ പോലും നമുക്ക് ഈ ഒരു ക്രീം തയ്യാറാക്കിയിട്ടെടുക്കാം വളരെ കുറഞ്ഞ ചിലവിൽ. അപ്പോൾ നമുക്ക് ഈ ക്രീം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു പാനിലേക്ക് 1/2 കപ്പ് പാലൊഴിച്ച് കൊടുക്കാം. ഇത് 120 ml കപ്പിലാണ് എടുത്തിട്ടുള്ളത്. 120 ml പാലുണ്ട്, 1/2 കപ്പ് പാല്. അതിലേക്ക് അതേ അളവിൽ തന്നെ നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുക്കണം. 1/2 കപ്പ് തന്നെ പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് ഗോതമ്പ് പൊടിയാണ്. അതൊരു 2 ടേബിൾ സ്പൂൺ ചേർക്കുക. ഇനിയിപ്പോൾ ഗോതമ്പ് പൊടിക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ മൈദ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. 2 ടേബിൾ സ്പൂൺ ചേർത്തിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. ഈ ഒരു സമയത്ത് നമ്മൾ ഫ്ലെയിം ഓൺ ആക്കരുത്. നന്നായി യോജിപ്പിച്ച ശേഷം കട്ടകളൊന്നും ഇല്ലാണ്ടാക്കിയിട്ട് മാത്രം നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്താൽ മതി. നമ്മൾ ഫ്ലെയിം ഓൺ ആക്കിയിട്ട് ഇതെല്ലാം കൂടെ ചേർത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കട്ടയായി പോവും. അപ്പോൾ ഇപ്പോൾ ഞാൻ കട്ടകളെല്ലാം ഉടച്ച ശേഷം ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട്. ഇനി ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ അടുക്കി പിടിക്കും. കുറച്ച് കഴിയുമ്പോൾ ഗോതമ്പ് പൊടിയൊക്കെ ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് ഇത് കുറുകി നല്ല തിക്കായിട്ട് വരാനായിട്ട് തുടങ്ങും. ഇപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഇത് കുറച്ച് കുറുകി ഇങ്ങനെ വരുന്നുണ്ട്. ഇപ്പോൾ നല്ല തിക്കായിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം ഈ ഒരു പരുവത്തിൽ നമുക്കൊരു നല്ല ക്രീമി ആയിട്ട് നല്ല തിക്കായിട്ട് വരുന്ന ഈ ഒരു പരുവായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ബൗളിലേക്ക് മാറ്റിയിട്ട് അടച്ചിട്ട് നമുക്ക് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം. തണുത്തതിന് ശേഷം നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്താൽ മതി. അപ്പോൾ ഇത് റൂം ടെമ്പറേച്ചറിൽ തന്നെ വെച്ചാൽ മതി കേട്ടോ, ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട. റൂമിൽ തന്നെ ഒരു ബൗളിലേക്ക് ആക്കി മാറ്റി വെച്ചാൽ മതി. ഇനി നമുക്ക് വേണ്ടത് ഇതിനകത്തേക്ക് ബട്ടറാണ്. ഇതിപ്പോൾ സാധാരണ നമ്മൾ വാങ്ങുന്ന പാക്കറ്റ് ബട്ടറാണ് കേട്ടോ. ഇത് ഫ്രിഡ്ജിലുള്ളതാണെങ്കിൽ കുറച്ച് നേരത്തെ എടുത്ത് പുറത്ത് വെക്കുക. റൂം ടെമ്പറേച്ചറിലാക്കിയ ബട്ടറാണ് എടുത്തിട്ടുള്ളത്. ഇനി അത് ഒരു ഫോർക്ക് വെച്ചിട്ടോ സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് ബീറ്റർ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഇലക്ട്രിക് ബീറ്റർ വെച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ഈ ബട്ടർ നമ്മളിതുപോലെ സ്പൂൺ വെച്ചിട്ടാണെങ്കിലും നന്നായിട്ട് ബീറ്റ് ചെയ്യുമ്പോൾ അത് നല്ല ക്രീമി ആയിട്ട് വരും. ഇതിൻ്റെ ആ ഒരു മഞ്ഞ കളക്കം മാറിയിട്ട് വെള്ള കളറാവാൻ തുടങ്ങും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ കുറച്ച് നേരം ഒരു 10 മിനിറ്റ് ഒന്ന് ഫ്രിഡ്ജിൽ വെക്കുക. അതായത് ഫ്രീസറിൽ ഞാനൊരു 10 മിനിറ്റ് വെച്ചിട്ട് എടുത്തിട്ടാണ് ഇപ്പോൾ രണ്ടാമത് ബീറ്റ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്രീമി ആയിട്ട് പെട്ടെന്ന് കിട്ടും. കുറച്ചും കൂടെ എളുപ്പമാണ് നല്ല ക്രീമി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പം തന്നെ അത് ആ കളറൊക്കെ മാറി വൈറ്റായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ക്രീമി ആവുന്ന ഈ ബട്ടർ ഇതുപോലെ നമുക്ക് സ്പൂൺ വെച്ച് ബീറ്റ് ചെയ്യാനും വലിയ പാടൊന്നുമില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ ഇതുപോലെ ക്രീമി ആയിട്ട് കിട്ടും. അപ്പോൾ എത്രത്തോളം ക്രീമി ആക്കി ചെയ്യാൻ പറ്റണോ അത്രയും നേരം ഇത് ബീറ്റ് ചെയ്യുക. പിന്നെ ഇലക്ട്രിക് ബീറ്റർ ഉണ്ടെങ്കിൽ നല്ല എളുപ്പമാണ്. നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്ത് ക്രീമി ആക്കി എടുക്കുക. ഇപ്പോൾ അത് നന്നായി ക്രീം പോലെ വൈറ്റ് കളറായി വന്നിട്ടുണ്ട് നമ്മുടെ ബട്ടർ. അപ്പോൾ ഈ ഒരു സ്റ്റേജ് ആയാൽ മാത്രമേ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഗോതമ്പിൻ്റെ മിക്സ് ചേർക്കാൻ പാടുള്ളൂ. അതിന് മുന്നേ ചേർത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്രീമി ആയിട്ട് വരില്ല കേട്ടോ. അപ്പോൾ ബട്ടർ ഇത്രയും ക്രീമി ആക്കി എടുക്കുക. അതിനുശേഷം ഓരോ സ്പൂൺ വീതം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഒരു സ്പൂൺ ചേർത്തിട്ട് അത് നന്നായിട്ട് ആദ്യം ബട്ടറായിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ അത് മൊത്തം ക്രീം പോലെ തന്നെ ആവും. അതിനുശേഷം അടുത്ത സ്പൂൺ ചേർത്ത് കൊടുക്കുക. അങ്ങനെ ഓരോ സ്പൂൺ ചേർത്ത് നമ്മൾ യോജിപ്പിച്ച് വേണം മുഴുവൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിപ്പോൾ കുറേശ്ശെ ചേർത്ത് നന്നായിട്ട് ഇതുപോലെ ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ആ ബട്ടറുമായിട്ട് ചേർന്ന് നമ്മുടെ ഗോതമ്പിൻ്റെ മിക്സും നല്ല ക്രീം പോലെ വന്നിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ അതിൽ നിന്നൊന്നും വീഴാത്ത ആ ഒരു പരുവം, നല്ല സ്റ്റിഫായിട്ടെന്ന് പറയില്ലേ, ആ ഒരു പരുവത്തിൽ നമ്മുടെ ക്രീം നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ആ ക്രീം ഏകദേശം റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, ഞാനിപ്പോൾ മുഴുവൻ ചേർത്തിട്ടുണ്ട്. ഇനി ഇത്രയും റെഡിയായി കഴിഞ്ഞാൽ ഈ ഒരു സമയത്താണ് നമുക്കിതിലേക്ക് വേണമെങ്കിൽ വാനില എസൻസോ അതുപോലെ നിങ്ങൾക്ക് കൊക്കോ പൗഡർ ചേർക്കണമെങ്കിൽ ചോക്ലേറ്റ് ആക്കി എടുക്കാം. അതുപോലെ വേറെ ഏതെങ്കിലും എസൻസോ കളറുകളോ ഒക്കെ ചേർക്കണമെങ്കിൽ ഈ ഒരു സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ആണ് ചേർക്കുന്നത്. എന്നിട്ട് അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടെ ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ക്രീം ഇവിടെ റെഡിയായി. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ക്രീം കൂടിയാണ്. കാരണം ബട്ടറും അതുപോലെ തന്നെ പാലും ഗോതമ്പ് പൊടിയും ഒക്കെ ആണെങ്കിലും പിന്നെ ഒരു കാര്യമുള്ളത്, ഇതിന് ഗോതമ്പ് പൊടിയുടേതായ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. നമ്മൾ ബട്ടറിൻ്റെ ടേസ്റ്റാണ് ഇതിന് മുന്നിട്ട് നിൽക്കുക കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ. നമ്മുടെ ക്രീം റെഡിയായി. നമുക്കിത് ഡയറക്റ്റ് ഇപ്പം തന്നെ നമുക്കിത് കേക്കിലേക്ക് ഫ്രോസ്റ്റിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കാം. അല്ലെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് കുറച്ച് നേരം ഒന്ന് തണുപ്പിച്ചിട്ട് വേണമെങ്കിൽ ഇത് എടുക്കാം.
അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഹോം മെയ്ഡ് ആയിട്ടുള്ള ക്രീം. അപ്പോൾ ഞാനിതൊരു പൈപ്പിംഗ് ബാഗിലിട്ട് കാണിച്ചു തരാം. ഇതിപ്പോൾ ഞാൻ വീട്ടിൽ തന്നെ ചെയ്തിട്ടുള്ള പൈപ്പിംഗ് ബാഗും അതുപോലെ തന്നെ നോസിലും ആണ് കേട്ടോ. ഇതിൻ്റെ വീഡിയോ ഓൾറെഡി ഇട്ടിട്ടുണ്ട്, കണ്ടിട്ടില്ലാത്തവർ കണ്ടു നോക്കാം. ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നമുക്ക് വീട്ടിൽ പൈപ്പിംഗ് ബാഗും നോസിലൊക്കെ എളുപ്പത്തിൽ ചെയ്തിട്ടെടുക്കാം. അതുകൊണ്ട് നമുക്ക് ക്രീമൊക്കെ ഇതുപോലെ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് ക്രീമിലേക്ക് കൊക്കോ പൗഡർ ചേർത്തിട്ട് ചോക്ലേറ്റ് ക്രീം ആക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഈ ക്രീം ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ക്രീമൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ഈ ഒരു രീതിയിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണും അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം നല്ല റെസിപ്പി ആയിട്ട്. താങ്ക്